ബിജെപിയുടെ രാജ്യസഭാ MP സി സദാനന്ദന്റെ കാൽ വെട്ടിയ കേസിൽ പ്രതികളായ CPM പ്രവർത്തകർ ജയിലിലേക്ക്. പ്രതികൾ തലശ്ശേരി കോടതിയിൽ ഹാജരായി. അപ്പീൽ സുപ്രീം കോടതി തള്ളിയതോടെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പ്രതികളെ മാറ്റുന്നത്. നിഖിൽ അളവൂരുണ്ട് കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി. നിഖിൽ, 8ഓളം പ്രതികളാണ് ഇതിൽ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ ഒരു 3 പതിറ്റാണ്ടിന് ശേഷമാണ് ഇപ്പോൾ ഈ കീഴടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്ന് തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുമല്ലേ? തീർച്ചയായും കോടതിയുടെ തന്നെ നിർദ്ദേശപ്രകാരം കീഴടങ്ങാനുള്ള അവസാന തീയതി ഇന്നായിരുന്നു. ഇത് പ്രകാരമാണ് CPIM പ്രവർത്തകരായ 8 പേരും ഇന്ന് തലശ്ശേരി സെഷൻസ് കോടതിയിൽ എത്തി കീഴടങ്ങിയത്. കോടതി നടപടികൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ ഇവരെ 8 പേരെയും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. 1994 ജനുവരി 25-ന് RSSന്റെ സഹകാര്യമംഗമായിരുന്ന C സദാനന്ദന്റെ കാല് വെട്ടിമാറ്റിയ സംഭവത്തിലാണ് ഈ CPIM പ്രവർത്തകരെ ശിക്ഷിച്ചത്. നേരത്തെ കീഴ്ക്കോടതി നൽകിയ ശിക്ഷയ്ക്കെതിരെ ഇവർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതി ഇവരുടെ വാദങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇവരുടെ 7 വർഷത്തെ തടവ് എന്ന ശിക്ഷ കുറഞ്ഞുപോയി എന്നൊരു പരാമർശമായിരുന്നു അന്ന് ഹൈക്കോടതി നടത്തിയിരുന്നത്. പിന്നീട് ഈ പ്രതികൾ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു. എന്നാൽ ഇവരുടെ അപ്പീൽ സ്വീകരിക്കാൻ പോലും സുപ്രീം കോടതി തയ്യാറായിരുന്നില്ല. ഈ പ്രതികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് നൽകിയാൽ അത് തെറ്റായ സന്ദേശം നൽകുമെന്നായിരുന്നു അന്ന് കോടതി നിരീക്ഷിച്ചത്. ഏതായാലും ആ കേസിലാണ് ഇപ്പോൾ പ്രതികൾ കോടതിയിൽ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കോടതി നടപടികളെല്ലാം പൂർത്തിയാക്കി ഇവരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. K ശ്രീധരൻ, മാതമംഗലം നാണു, പുതിയ വീട്ടിൽ രാജൻ, P കൃഷ്ണൻ, ചന്ദ്രോത്ത് രവീന്ദ്രൻ, പുല്ലാഞ്ഞിയോടൻ സുരേഷ് ബാബു, മല്ലപ്രവൻ രാമചന്ദ്രൻ, K ബാലകൃഷ്ണൻ എന്നിവരാണ് കേസിലെ പ്രതികൾ. ഇവരെല്ലാം തന്നെ CPIMന്റെ പ്രാദേശിക നേതാക്കളോ പ്രവർത്തകരോ ആയിരുന്നു. കണ്ണൂരിൽ നിലനിന്നിരുന്ന CPIM BJP സംഘർഷങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു 1994 ജനുവരി 25-ന് C സദാനന്ദന്റെ കാല് വെട്ടി മാറ്റിയത്. ഈ കഴിഞ്ഞയിടെ തന്നെ ഇദ്ദേഹത്തിന് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തതോടുകൂടി വീണ്ടും സജീവ ചർച്ചയാകുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഈ സംഭവം. ശരി നിഖിൽ, വ്യക്തമാണ്.